ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോബ് സെക്യൂർ ലോ എമിനൻസിൻ്റെ 2025 വളരെ ക്രൂഷ്യലായിട്ടുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റി എക്സാമിലേക്ക് നോക്കിക്കാണുന്നവർക്ക് ഗുണകരമായ മറ്റൊരു വീഡിയോ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഐ എക്സ്പ്ലെയിൻ ടു യു വാട്ട് വാസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ഒരു ബ്രേക്കപ്പ് ഞാൻ തന്നായിരുന്നു. അതിൻ്റെ ഒരു ഫ്ലോ നമ്മൾ നോക്കി 12-13ഓളം ക്വസ്റ്റ്യൻ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തു. ബാക്കിയാണ് ഞാനിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ലോ എങ്ങനെയാണ് വരുന്നത്, JMIയിലെ ലോ ഏരിയ ഏത് നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻ കൂടുതലാണോ കുറവാണ്, AMUവിൽ ജനറൽ ലോ ആണോ വരുന്നത്, അത് മോർ ഓഫ് പേഴ്സണലൈസ്ഡ് ലോ അതാണോ വരുന്നത്, ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം ക്ലീയിൽ എത്ര ക്വസ്റ്റ്യൻ ലോയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഓരോ പരീക്ഷയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള സ്ട്രാറ്റജിയിൽ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതിൽ ഞാൻ ക്യുസാറ്റിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സന്തോഷത്തോടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ 43 കുട്ടികൾ നമ്മുടെ അടുത്ത് നിന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് യു ആർ ഗോയിങ് ടു സീ നമ്മുടെ മെറ്റീരിയൽസിലുണ്ട്, കുട്ടികളോട് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ, ലീഗൽ മാക്സിംസ് ബേസിക്സ് പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാനിത് വളരെ ഈസി ക്വസ്റ്റ്യൻ എന്നാണ് ക്ലാസിഫൈ ചെയ്യുക. ബിക്കോസ് ദ തിങ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്. റെസ് ഇപ്സ ലോക്കിറ്റോർ, അതാണ് അതിൻ്റെ ഉത്തരം. കാരണം നെഗ്ലിജൻസിൽ, ടോർട്ടിൽ, നെഗ്ലിജൻസിൽ കോമ്പൻസേഷൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ അപ്ലൈ ചെയ്യുന്ന ഒരു തിയറിയാണിത്, ഒരു മാക്സിമാണിത്. അതായത് ഒരു ബസ്സും ഒരു കാറും ഇടിച്ച് കിടക്കുന്നത് കണ്ടാൽ റോങ് സൈഡ് കയറി വന്ന്, അതായത് വൺ വേ തെറ്റിച്ച് വന്ന ബസ് റോങ് സൈഡിൽ റൈറ്റ് സൈഡിൽ കൂടെ കറക്റ്റ് സൈഡിൽ കൂടെ പോയിരുന്ന കാറിനെ ഇടിച്ചത് കണ്ടാൽ ആരാണ് അവിടെ നെഗ്ലിജൻറ്റ്? കിടക്കുന്ന കിടപ്പ് കണ്ടാൽ അറിയാം, ദ ബസ് ഡ്രൈവർ ഈസ് എറ്റ് ഫോൾട്ട്. അതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. റെസിപ്സ ലോക്കിറ്റർ നമുക്ക് ഇതിൽ ചോദിക്കാവുന്ന കെവിയെ ടെംപ്റ്റർ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ആ ഓപ്ഷൻ അവിടെ കൺഫ്യൂഷനുള്ള ഒരാൾക്ക് ഇതൊക്കെ അറിയുമെങ്കിൽ ആക്ടസ് റെസ്സും മെൻസറിയും ഗിൽറ്റി മൈൻഡ് ആൻഡ് റോങ്ഫുൾ ആക്ട്. അപ്പോൾ നന്നായി പഠിച്ചൊരു കുട്ടിക്ക് 4 ഓപ്ഷൻ കൃത്യമായിട്ട് അറിയാം. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ദ തിങ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്, റെസിപ്സ ലോക്കിറ്റോർ. അപ്പോൾ അത് ലീഗൽ മാക്സിം വളരെ കൃത്യമായിട്ട് പഠിക്കുന്നത് നല്ലതാണ്. 25-ൽ 2 ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞ കെവിയെ ടെംപ്റ്ററും വന്നു, റെസിപ്സ ലോക്കിറ്ററും വന്നു. അപ്പോൾ 2 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മേജർ പോർഷനാണത്. എഗെയിൻ നമുക്ക് നോക്കിയാൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ ക്വസ്റ്റ്യൻ ആണ് വന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് ഇനീഷ്യലി ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് ആഡ് ചെയ്തതാണ് അമെൻമെൻറ്റിലൂടെ. ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് അമെൻഡ് ചെയ്തിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ ഇത് 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നപ്പോൾ വേറൊരു അമെൻമെൻറ്റ് ഇതിൻ്റെ സീക്വലായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാവോ? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ ഒരു കറസ്പോണ്ടിങ് അമെൻമെൻറ്റ് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? പുട്ട് യുവർ ആൻസർ ഇൻ ദി കമൻറ്റ് ബോക്സ്. അങ്ങനെ പഠിച്ചാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലെ ആ അമെൻമെൻറ്റ് പഠിക്കുമ്പോൾ അതും ഇതും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ വരും. അപ്പോൾ ആർട്ടിക്കിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, അമെൻമെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാനില്ല. ഇതൊരു ആർട്ടിക്കിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ എന്നാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക. ഓക്കെ, വീണ്ടും ലീഗൽ GKയിൽ വേണമെങ്കിൽ ഇതിനെ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിൽ ഒരു ലീഗൽ ടേം ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഓക്കെ, നോ പേഴ്സൺ ഷാൽ ബി പണിഷ്ഡ് ട്വൈസ് ഫോർ ദ സെയിം ഒഫൻസ്. ഡബിൾ ജിയോപാർഡി, റൂൾ അഗെയിൻസ്റ്റ് ഡബിൾ ജിയോപാർഡി ഏത് ആർട്ടിക്കിളാണ് എന്നറിയാമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്. അപ്പോഴാണ് നമ്മളുടെ പഠനത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടുക. ഡബിൾ ജിയോപാർഡി, ഇപ്പോൾ ഹേബസ് കോർപ്പസ് കൃത്യമായിട്ട് ഊഹിക്കാൻ പറ്റും. റെസ് ജുഡിക്കേറ്റ അവിടെ നിൽക്കട്ടെ, സ്റ്റാരെ ഡെസിസിസ് പ്രീസിഡൻറ്റിൽ വരുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ആൻസർ A ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഈസി ആവുന്ന എന്തുകൊണ്ടാണോ? ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ട് തന്നെ അതിൻ്റെ ആൻസർ വരുന്നുണ്ട്. അപ്പോൾ യു ക്യാൻ അവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ശരിയാക്കാം. ഒരാളെ ഒരേ കുറ്റത്തിന് 2 തവണ ശിക്ഷിക്കരുത് എന്ന് പറയുന്ന തിയറിയാണ് റൂൾ അഗെയിൻസ്റ്റ് ഡബിൾ ജിയോപാർഡി. റൂൾ അഗെയിൻസ്റ്റ് ഡബിൾ ജിയോപാർഡി നമ്മൾ പഠിക്കുമ്പോൾ കൂടെ വരുന്ന വേറെ 2 റൂളുകളും കൂടെ ഉണ്ട്. അതേതാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? അന്ന് ആലോചിച്ച് നോക്ക്, ഉത്തരം കിട്ടുന്ന ബുക്കിൽ എഴുതി വെച്ച് നോക്ക്. അപ്പോൾ ഡബിൾ ജിയോപാർഡി ഈ വർഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ഡബിൾ ജിയോപാർഡി അല്ല ചോദിക്കാൻ സാധ്യത. മറ്റേ 2 പ്രിൻസിപ്പിൾസ് ഏതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ഓക്കെ,
അഗെയിൻ ഇഫ് യു ലുക്ക് അറ്റ് ഇത് നമുക്ക് നോക്കിയാൽ ഒരു ലീഗൽ ടേം അല്ലെങ്കിൽ ഒരു ജനറൽ ജി കെയിലേക്ക് പോകാം, അല്ലെങ്കിൽ ടോർട്ടിൽ ഇത് വരുന്നുണ്ട്, വൈക്കേരിയസ് ലയബിലിറ്റി ഇൻ റിലേഷൻഷിപ്സ് ഓഫ്. അപ്പം ഇതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് കുട്ടികൾ തിരക്കിട്ടിട്ട് ഇതിൻ്റെ ആൻസർ എ എന്ന് ചാടി കയറി എഴുതി. എന്നാൽ ഇതിൻ്റെ ആൻസർ എ അല്ല. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഇതിൻ്റെ ആൻസർ ഡി ആണ് വരിക. ഓൾ ഓഫ് ദി എബവ് ആണ് വരിക. എന്തുകൊണ്ട്? മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻഷിപ്പിൽ വൈക്കേരിയസ് ലയബിലിറ്റി ഉണ്ട്. പാർട്ട്നേഴ്സ് ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫേം, പാർട്ട്നേഴ്സ് തമ്മിൽ വൈക്കേരിയസ് ലയബിലിറ്റി ഉണ്ട്. പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് ചെയ്ത പ്രവൃത്തിക്ക് പ്രിൻസിപ്പൽ ഉത്തരവാദിയാവില്ലേ? പാർട്ട്ണർ ചെയ്ത പ്രവൃത്തിക്ക് ഫേം ഉത്തരവാദിയാവില്ലേ? അവിടെയൊക്കെ അപ്പോൾ എന്തുണ്ട്? വൈക്കേരിയസ് ലയബിലിറ്റി ഉണ്ട്. ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്, ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ കോമ്പിറ്റൻസി നോയിങ് ദ ആൻസർ മാത്രമല്ല, ആൻസറിങ് ഇറ്റ് കറക്റ്റ്ലി ഓൾസോ ഉണ്ട്. ഇതും കൂടെയാണ് ജോബ് സെക്യൂർ ലോ എമിനൻസ് ടീം കുട്ടികളെ കൃത്യമായി നമ്മളുടെ ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ബാച്ചിനും അവരെ കൊണ്ട് കൃത്യമായി ചെയ്യിക്കുന്നത്. കാരണം ഇത് രണ്ടാമതൊന്നും വായിച്ചില്ലെങ്കിൽ എ എന്ന് തെറ്റി ആൻസർ ചെയ്തിട്ട് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വെറുതെ നെഗറ്റീവ് എടുക്കും. 3 കോണ്ടെക്സ്റ്റിലും വൈക്കേരിയസ് ലയബിലിറ്റി ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ടാണ് ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആയി മാറുന്നത്. നൗ ഇഫ് യു ലുക്ക് അറ്റ് അഗെയിൻ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്കാണ് പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർലമെൻറ്റ് എന്ന ടോപ്പിക്ക് ഞാൻ തന്നെയാണ് കഴിഞ്ഞ കൊല്ലം കുട്ടികൾക്ക് എടുത്തത്, ഈ വർഷം കുട്ടികൾക്ക് ഞാൻ തന്നെയാണ് എടുക്കുന്നത്. കൃത്യമായ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു 20-22 ബുള്ളറ്റ് പോയിൻറ്റ്സ് കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പാർലമെൻറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ഈസിയസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒന്നാണിത്. വാട്ട് ഈസ് ദ മിനിമം ഏജ് റിക്വയർഡ് ടു ബിക്കം എ മെമ്പർ ഓഫ് ദി രാജ്യസഭ? അതിൽ ശ്രദ്ധിക്കണം, മെമ്പർ ഓഫ് ലോക്സഭയാകുമ്പോഴുള്ള ഉത്തരം ചാടി കയറി ഓപ്ഷൻ എ എഴുതി പോകരുത്. രാജ്യസഭയിലേക്ക് 30 ആണ്, ലോകസഭയിലേക്ക് 25 ആണ്, പ്രസിഡൻ്റ് ആവാൻ 35 ആണ്, വോട്ട് ചെയ്യാൻ 18 ആണ്. അത് അപ്പം തന്നെ മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഗുണം ചെയ്യും. സോ അഗെയിൻ എ വെരി ഈസി ക്വസ്റ്റ്യൻ ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻ, എല്ലാവർക്കും കിട്ടേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നൗ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ അഗെയിൻ ഓൺ ലീഗൽ ടേംസ് കൃത്യമായി ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നത്. ദാറ്റ്സ് വൈ ഐ എം വെരി ഹാപ്പി. വാട്ട് ഈസ് എ ലീഗൽ ടേം ഫോർ എ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് അണ്ടർ ഓത്ത്? സത്യവാങ്മൂലം. അണ്ടർ ഓത്ത് സത്യവാങ്മൂലം. അപ്പോൾ ഇതിൽ ഒരു കൺഫ്യൂഷനും വരേണ്ടതില്ല. അപ്പോൾ അഫിഡവിറ്റ് നമ്മളെപ്പോഴും ഒരു കോൺസെപ്റ്റ് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇഫ് യു വാണ്ട് ടു അപ്ലൈ ഫോർ എ ഡ്യൂപ്ലിക്കേറ്റ് SLC ബുക്ക്, നിങ്ങൾ എന്ത് കൊടുക്കണം? അഫിഡവിറ്റ് കൊടുക്കേണ്ടി വരും. ബിക്കോസ് വാട്ട് ഈസ് ദാറ്റ് യു ആർ ഡൂയിങ് ദാറ്റ്? നിങ്ങൾ അവിടെ സത്യത്തിൽ പ്രസ്താവിക്കുകയാണ്, എൻ്റെ ഒറിജിനൽ SLC ബുക്ക് കളഞ്ഞുപോയി, പുതിയതൊന്ന് എനിക്ക് വേണം. സോ ദാറ്റ് ഈസ് ഹൗ യു ഷുഡ് ലേൺ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതേ അർത്ഥത്തിൽ നിങ്ങൾ ടെസ്റ്റിമണി എന്താണ് എന്ന്, ടെസ്റ്റിമോണിയൽ, നിങ്ങളെക്കുറിച്ച് ടെസ്റ്റിമോണിയൽ വാങ്ങി വരാൻ പറയും. ഒരു വക്കീൽ ഓഫീസിലേക്ക് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്ത ടെസ്റ്റിമോണിയൽ ആവശ്യമാണ്. ഡെപ്പോസിഷൻ, കോടതിയിൽ നിങ്ങൾ ഡീപ്പോസ് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ഡെപ്പോസിഷൻ എന്ന് പറയുക. ഇൻ്ററഗേഷൻ, ചോദ്യം ചെയ്യുന്നതിനെയാണ് ഇൻ്ററഗേഷൻ എന്ന് പറയുക. അത് വെറും മോളെ നീ ഇന്ന് എന്താ രാവിലെ പാലാണോ കുടിച്ച ഹോർലിക്സ് ആണോ എന്ന് ചോദിക്കുന്ന പോലെയല്ല. പോലീസ് എന്ത് ചെയ്തു എന്ന് പറയുക? ഇൻ്ററഗേറ്റ് ചെയ്തു എന്ന് പറയും. എന്തിന്? അവരുടെ ആ ഒരു ടോണൊക്കെ ഇൻ്ററഗേറ്റീവ് ആവും, ടു എലിസിറ്റ് വാട്ട് ഈസ് ദ ട്രൂ ഫാക്ട്സ്. അപ്പോൾ ഇങ്ങനെ വേണം, മീനിങ്ങുകൾ നോക്കി നിങ്ങൾ പഠിക്കണം. എഗെയിൻ ലീഗൽ ടേംസിൽ വന്നതാണ്. ഈ വാക്കുകളെല്ലാം നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. എഗെയിൻ ഇഫ് യു ലുക്ക് അറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കിട്ടാവുന്ന, നമ്മൾ പഴം പോലത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയില്ലേ, അതും തോല് പൊളിച്ച് തരിക എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയുന്ന പോലെ, ഇത്ര എളുപ്പമുള്ളൊരു ചോദ്യം ചോദിക്കാനില്ല. നിർബന്ധമായും നിങ്ങൾ എത്ര മടി പിടിച്ചാലും ആർട്ടിക്കിൾ 14 എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ഷമ പോകാൻ സാധ്യതയില്ലല്ലോ. ബിക്കോസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ജുഡീഷ്യൽ റിവ്യൂ കഴിഞ്ഞിട്ട് ടൈപ്സ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ റൈറ്റ് ടു ഈക്വാലിറ്റി തുടങ്ങുന്നതിൽ ആദ്യത്തെ ആർട്ടിക്കിളാണിത്. കിട്ടാവുന്നതിൽ വൺ ഓഫ് ദ ഈസിയസ്റ്റ് ആൻഡ് സിംപിളസ്റ്റ് ക്വസ്റ്റ്യൻസ്. ഇതൊന്നും നമുക്ക് ഒരിക്കലും തെറ്റരുത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ തന്നെ മൈ ഡിയർ ഫ്രണ്ട്സ് എന്ത് ചെയ്യണം? ആർട്ടിക്കിൾ 19 എന്താണെന്ന് മനസ്സിലൊന്ന് ആലോചിക്കുക, ഒരു കുറിപ്പായി എഴുതുക. ആർട്ടിക്കിൾ 21 ഒരു കുറിപ്പായി അവിടെ എഴുതുക. ആർട്ടിക്കിൾ 21A കൊണ്ടുവന്ന അമെൻമെൻറ്റ് എന്തായിരുന്നു അത് അവിടെ ഒന്ന് നോട്ട് ചെയ്യുക. ആർട്ടിക്കിൾ 32 ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞത് ഇതിനെയാണോ? ഇതൊക്കെ കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് തിങ്ക് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ക്ലാരിറ്റിയും കോമ്പിറ്റൻസിയും കോൺഫിഡൻസും വരുന്നതായിരിക്കും. ഓക്കെ,
ഒരു ഒരു ലോ എൻട്രൻസിൽ ലോ ഓഫ് ക്രൈംസിൽ നിന്ന് ചോദിച്ച ഈ വർഷം ഞാൻ പറഞ്ഞല്ലോ ക്രൈംസിൽ നിന്ന് ഈ ഒരു ചോദ്യമേ വന്നുള്ളൂ. ഒന്നും കൂടെ വരുന്നുണ്ട്. ഓക്കെ. വളരെ ഏറ്റവും ലോ എൻട്രൻസിൽ ഏറ്റവും അധികം തവണ ചോദിച്ചിട്ടുള്ളതും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെൻസറിയ മീൻസ് വാട്ട്? മെൻസറിയ മീൻസ് ഗിൽറ്റി മൈൻഡ്. ഒരിക്കലും പറയേണ്ട കാര്യമില്ല. ക്രിമിനൽ ആക്ട് എന്നുള്ളത് തെറ്റിദ്ധരിക്കരുത്. അത് ആക്ടസ് റെസ് ആണ്. സോ മെൻസറിയ ഇൻ സിമ്പിൾ ടേംസ് മീൻസ് ഗിൽറ്റി മൈൻഡ്. വൺ ഓഫ് ദി ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ ഞാൻ പറയുകയാണെങ്കിൽ. ഓക്കെ. കോൺട്രാക്റ്റിൽ നിന്ന് കുറേ കോൺട്രാക്റ്റ് പഠിച്ചു. ആകെ ഇതേ വന്നുള്ളൂ. അങ്ങനെ വിഷമിക്കേണ്ട. അങ്ങനെയാണ് നമ്മളൊരു പരീക്ഷയുടെ സ്വഭാവം അങ്ങനെയാണ്. കുറേ ഏരിയ ഉണ്ടെങ്കിലും എല്ലാത്തുനിന്നും പെറുക്കിയെടുത്തിട്ട് വേണം നമ്മൾ സക്സസ്ഫുൾ ആവാൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വാലിഡ് എലിമെൻറ്റ് ഓഫ് എ കോൺട്രാക്റ്റ്? ഓക്കെ. അപ്പോൾ ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിൽ എനിക്ക് സന്തോഷം അതാണ്, നമ്മുടെ ഇവിടുത്തെ ഫാക്കൽറ്റി കുട്ടികളെ കൃത്യമായിട്ട് ഇതിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ മെൻസറിയ ഗിൽറ്റി മൈൻഡും തൊട്ടടുത്ത് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. ഒരു കോൺട്രാക്റ്റിന് ആവശ്യമല്ലാത്തത് എന്ത് എന്ന ചോദ്യം വരുമ്പോൾ അത് അത്ര എളുപ്പമായിട്ട് തോന്നില്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ ആൻസർ. കോൺട്രാക്റ്റ് വേണമെങ്കിൽ ഓഫർ വേണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു എ കോൺട്രാക്ട്. an offer needs to be accepted. അപ്പോൾ പ്രപ്പോസൽ ആകണമെങ്കിൽ എന്ത് വേണം? അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫർ കൊടുക്കുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്താണ് ഓഫർ കൊടുത്ത് ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഐ വിൽ ഗിവ് യു മൈ ബൈക്ക്, സെൽ യു മൈ ബൈക്ക്, യു വിൽ പേ മീ 20,000. ദാറ്റ് ഈസ് വാട്ട് വി കോൾ കൺസിഡറേഷൻ. അപ്പോൾ ഇത് മൂന്നും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പക്ഷേ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവാൻ ഈ 3 ഇൻഗ്രീഡിയൻറ്റ് പോരാ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഫ്രീ കൺസെൻറ്റ് ഞാൻ പറയാം. അതേപോലെ കുറേ ബാക്കി ഇൻഗ്രീഡിയൻസ് ഏതാണ് അറിയെങ്കിൽ എഴുതി നോക്ക്. ഇങ്ങനെ കുട്ടികളെ കൃത്യമായി പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കാം ചോദ്യം വരുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ ഇവർക്കത് ചെയ്യാൻ പറ്റുന്നത്. സോ വിച്ച് ഇസ് നോട്ട് ആൻ എലിമെൻറ്റ് ഓഫ് എ കോൺട്രാക്ട്. ആൻസർ ഡി, ഇൻറ്റൻഷൻ ആണ്. എഗെയിൻ ഇഫ് യു ലുക്ക് അറ്റ്, വീണ്ടും ലീഗൽ ടേംസ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് മൈ ഡിയർ ഫ്രണ്ട്സ്. ലിസ് പെൻഡൻസ്, പെൻഡിങ്. ആ പെൻഡിങ് എന്ന് ഊഹിക്കാൻ പറ്റിയാൽ ഈ ക്വസ്റ്റ്യൻ ടഫാക്കിയിട്ടില്ല. ഓപ്ഷൻസ് വളരെ, അതിൽ വേറെ ഒന്നും പെൻഡിങ് ഇല്ല. പെൻഡിങ് സൂട്ട്, ഇതിൻ്റെ ആൻസർ എ ആണ് വരുന്നത്. എന്താണ് ലിസ് പെൻഡൻസ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഒരു തർക്ക വിഷയം കോടതിയിൽ കിടക്കുകയാണ്. ഇപ്പോൾ ക്ലാറ്റ് റിസൾട്ടിൻ്റെ ഇത് ഇപ്പോഴും വന്നിട്ടില്ല. അത് ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിൽ കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എക്സാമ്പിൾ പറയാം. അതിന് വേണമെങ്കിൽ ലിസ് പെൻഡൻസ് എന്ന് പറയാം. അതൊരു സൂട്ടല്ല, അതൊരു റിട്ട് പെറ്റീഷൻ അവിടെ കിടക്കുകയാണ്. പക്ഷെ എന്നാലും എന്താണ്, ദാറ്റ് ഈസ് യെറ്റ് ടു ബി അഡ്ജുഡിക്കേറ്റഡ്. ഇപ്പോൾ സബ്ജുഡൈസ് എന്ന വാക്കും ഇതും തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പോൾ ലിസ് പെൻഡൻസ് ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള കോമൺലി ചോദിക്കുന്ന ഒരു ലീഗൽ ടേമാണ്. മൈ ഫ്രണ്ട്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചിലപ്പോൾ എല്ലാ മെറ്റീരിയൽസും ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ലീഗൽ ടേംസ് പഠിക്കേണ്ടത് ലീഗൽ എൻട്രൻസ് എക്സാമിന് വളരെ ആവശ്യമാണ്. നിങ്ങൾ ഈ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള ലോ എൻട്രൻസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ലീഗൽ ടേംസിൻ്റെയും മാക്സിംസും അടങ്ങുന്ന ഒരു PDF നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ആകെ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഈ കാണുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് എന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയക്കുക. ദാറ്റ് മെറ്റീരിയൽ വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യുവർ പ്രിപ്പറേഷൻ. അപ്പോൾ ലീഗൽ ടേംസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും കൂടെ വന്നു. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ചോദ്യമാണ്. അത് എല്ലാവരും അങ്ങനെ പഠിച്ചോളണമെന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ പറ്റുക, ഒരു ഇന്ത്യൻ പൗരനാകാനുള്ള വഴികൾ ഏതൊക്കെ എന്നതാണ് ചോദ്യം. അതിൽ കൃത്യമായി പഠിച്ചാൽ മാത്രമേ അറിയുകയുള്ളൂ. ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദി അബവ് ആണ്. നിങ്ങൾക്ക് ജന്മം കൊണ്ട് ഇവിടുത്തെ പൗരത്വം കിട്ടാം. നാച്ചുറലൈസേഷൻ, അവിടെ ഇത്രയും കാലം ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ് നാച്ചുറലി നിങ്ങൾ സിറ്റിസൺ ആവുന്നുണ്ട്. അങ്ങനത്തെ ക്വാളിഫൈ ചെയ്തുകൊണ്ട്, ചില മാനദണ്ഡങ്ങൾ ക്വാളിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഇതിലാവാം. പാരൻസ് ഇന്ത്യൻ സിറ്റിസൺ ആകുമ്പോൾ ഉണ്ടാകുന്ന നാച്ചുറലി കിട്ടുന്നത് ചില റിക്വയർമെൻറ്റ്സ് ക്വാളിഫൈ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്താവാം. അപ്പോൾ ഇത് അറിയില്ലെങ്കിൽ ഗസ് ചെയ്യുന്നത് ചിലപ്പോൾ അബദ്ധം ചെയ്യും. കാരണം ബൈ ഡിസെൻറ്റ് എന്ന് മാത്രം എഴുതിയ കുറേ ആൾക്കാരുണ്ട്. അത് ജന്മം കൊണ്ട് കിട്ടുന്നു എന്നാണ്. നിങ്ങൾക്ക് ബൈ നാച്ചുറലൈസേഷൻ ആവാം, ബൈ രജിസ്ട്രേഷൻ ആവാം, ഇന്ത്യൻ പൗരത്വം നേടാവുന്നതാണ്. അപ്പോൾ ഇതൊരു വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ടഫ് ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറയില്ല, അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എഗെയിൻ വളരെ എനിക്ക് തോന്നുന്നു നമ്മളുടെ 1 മിനിറ്റ് ലേണിങ്ങിൻ്റെ വീഡിയോയിൽ തന്നെ ഹെഗിൻ സാർ നിങ്ങളുമായിട്ട് ചോദിച്ച ഒരു ചോദ്യമാണിത്. ഭാരതീയ ന്യായ സംഹിത ഈസ് റീപ്ലേസിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. അത് എന്ത് തന്നെ 1 മിനിറ്റ് ലേണിങ്ങിലാണെന്ന് തോന്നുന്നു ഈ ചോദ്യം നമ്മൾ ചോദിച്ചായിരുന്നു.
ഭാരതീയ ന്യായ സംഹിത എന്ന ആ പുതിയ നിയമം ഏതിന് പകരമാണ് വന്നത്? ഇറ്റ്സ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ ഇന്ത്യൻ പീനൽ കോഡാണ്. ഇന്ത്യൻ പീനൽ കോഡിന് പകരമാണ് ഭാരതീയ ന്യായ സംഹിത വന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇന്ത്യൻ പ്രൊസീജിയർ കോഡ് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡിനെ റീപ്ലേസ് ചെയ്ത് വന്ന ഇതുപോലെയുള്ള പുതിയ നിയമത്തിൻ്റെ പേരെന്ത്? താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് വീണ്ടും വേണമെങ്കിൽ നമുക്ക് പീനൽ ലോ എന്ന് വന്നു എന്ന് പറയാം. അപ്പോൾ മെൻസറിയും ഇതുമാണ് അവിടുന്ന് വന്ന ഒരു ചോദ്യം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഗ്യാരണ്ടീഡ് ബൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നിങ്ങൾ നോക്കണം, വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷനാണ് വന്നത്, അതും ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്നാണ്. നിങ്ങൾക്ക് ഇതിൽ അനുവദിച്ച് തന്നിട്ടില്ലാത്ത എത്രയോ തവണ നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, കാലാകാലം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നിലവിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സായി ഗ്യാരണ്ടി ചെയ്തിട്ടില്ലാത്തത്, നിലവിലില്ലാത്തത് റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ്. ഇതല്ലേ കേശവാനന്ദ ഭാരതി കേസിലെ പ്രമാദമായ വിധി? റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്ന് മാറ്റിയത്, നീക്കം ചെയ്തത് നിയമവിരുദ്ധമല്ല എന്ന വിധിന്യായം ഉണ്ടായതാണ് കേശവാനന്ദ ഭാരതി കേസിലെ. ബാക്കി നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ അറിയാം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A ഇൻകോർപ്പറേറ്റ് ചെയ്തായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഈക്വാലിറ്റി ആർട്ടിക്കിൾ 14 ഇനി നിങ്ങളൊന്നും മനസ്സിലാക്കണം, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി 2-3 ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇതുണ്ട് 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 എന്നുള്ളത് അവിടെ അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇല്ലാത്തത് റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ്. വൺ ഓഫ് ദ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ. സോ വൺസ് യു അണ്ടർസ്റ്റാൻഡ്, ഇതിൻ്റെ ഒരു ലീഗലിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ ക്രാഷ് ബാച്ച് ഈസ് ഓപ്പൺ. ക്രാഷ് ബാച്ചിലൂടെ തന്നെ വെറും 30 ദിവസത്തെ കോച്ചിങ്ങിലൂടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൃത്യമായ ക്ലാരിറ്റിയാണ്. വാട്ട് ഈസ് ദാറ്റ് എക്സാം? കൃത്യമായ കോമ്പിറ്റൻസിയാണ്. ഹൗ ടു ടാക്കിൾ ദ ക്വസ്റ്റ്യൻസ്, കൃത്യമായ കോൺഫിഡൻസ് ആണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും വാട്ട് ഷുഡ് ഐ ഡു, പതറിപ്പോവരുത്. അതിനെങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനെ തരംതിരിച്ച് ആൻസർ ചെയ്യാം. സോ ബി വിത്ത് us. Watch our channel, subscribe our channel, because we will be providing you enough materials which will be helpful for you to crack all the entrance exams which you are preparing for. So prepare with the best and get into the premium law schools. Wish you all the best. Thank you.